കന്നി രാശിക്കാർക്ക് സാമ്പത്തികപരമായി വളരെ അനുകൂലമാണ് 2026 ജൂലൈ. രണ്ടാം ഭാവാപതി 11-ൽ ഗുരുവുമായി യോഗം ചെയ്ത് നിൽക്കുന്നത് വരുമാന വർധനവിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഭാവിയിലെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനു വേണ്ടി എന്തെങ്കിലും നിക്ഷേപങ്ങൾ നടത്തണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നന്നായി വിനിയോഗിക്കാവുന്നതാണ്. കർമ്മമേഖലയിൽ കന്നിരാശിക്കാർക്ക് ഗുണഫലം ഉണ്ടാകുന്ന മാസമാണ് 2026 ജൂലൈ. ടീച്ചിങ്, എഡ്യൂക്കേഷൻ, മീഡിയ ആൻഡ് ജേർണലിസം, ഡാറ്റ അനാലിസിസ്, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി നോക്കുന്ന കന്നിരാശിക്കാർക്കും അനുകൂല സമയമാണ്. ആരോഗ്യപരമായി പൊതുവെ ഈ മാസം മെച്ചപ്പെട്ടിരിക്കുമെങ്കിലും രോഗപതിയായ ശനിയുടെ ദൃഷ്ടി അസ്ഥി, കാല്, മുട്ട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനാൽ അത്തരം പ്രശ്നങ്ങൾ നിലവിലുള്ള കന്നിരാശിക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ജാതകത്തിൽ അത്ര നല്ലതല്ലാത്ത ഗ്രഹങ്ങളുടെ ദശ അപഹാര കാലഘട്ടമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ മാസം അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കന്നി രാശിക്കാർക്ക് പൊതുവെ അഭിവൃദ്ധി ഉണ്ടെങ്കിലും പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ അനുകൂലമല്ല. അതിനാൽ ജാതകപരമായി അനുകൂല സമയമല്ല എങ്കിൽ പുതിയ റിസ്കുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിലവിൽ ഉള്ളതിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. എന്നാൽ പുതുതായി എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്ന ആളുകൾ അല്പം ചിന്തിച്ച് നല്ല വിദഗ്ധന്മാരുടെ ഉപദേശം തേടി വലിയ രീതിയിൽ റിസ്കുകളൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസപരമായി കന്നിക്കൂറുകാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. 4, 9 ഭാവാധിപന്മാർ 11-ൽ നിൽക്കുന്നത് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഇഷ്ടമുള്ള ദേശത്ത് തിരഞ്ഞെടുത്ത് പഠിക്കുവാനുള്ള യോഗം ഉണ്ട് എന്ന് കാണിക്കുന്നു. നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ നല്ല രീതിയിൽ വിദ്യാസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ തീർച്ചയായും കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ്, പബ്ലിക്കേഷൻ, ആക്ടിങ്, അതുപോലെ തന്നെ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലൊക്കെ ജോലി നേടാൻ ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ പഠിക്കാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ ജാതകത്തിലെ സമയങ്ങൾ അനുകൂലമാണ് എങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നല്ല രീതിക്ക് എടുത്ത് പഠിച്ച് ആ മേഖലയിൽ തുടർന്ന് കർമ്മം തിരഞ്ഞെടുക്കുവാൻ അനുയോജ്യമായി തീരും എന്ന് പറയാം. ഇത്രയുമാണ് കന്നി രാശിയുമായി ബന്ധപ്പെട്ട് ഈ മാസത്തെ ഫലങ്ങളായി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നല്ല ഒരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.